രാഷ്ട്രീയം കാണില്ലേ? ഒരു ദുരന്തം ഉണ്ടായതാ, ഉണ്ടാക്കിയോണ്ടെതിരെ വ്യത്യസ്ത വീര നമ്മളല്ല. ഷാജി അങ്ങനല്ലല്ലോ പറഞ്ഞത്. അങ്ങനെ പേടിപ്പിച്ചിട്ട് നമ്മളെ നിശബ്ദാക്കാന്ന് പിണറായി വിജയൻ വിചാരിക്കരുത്. പ്രളയമല്ല, ഓക്കിയല്ല, കോവിഡ് അല്ല, മൂക്കിന്റെ മുകളിൽ ശ്വാസം വെള്ളം വന്ന് നിൽക്കുന്നത് വരെ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടേ നിൽക്കും. ഒരു സംശയങ്ങൾ വിചാരിക്കണ്ട. രാഷ്ട്രീയമാണ് കോവിഡ്, രാഷ്ട്രീയമാണ് പ്രളയം. അല്ല നിങ്ങൾ ഇങ്ങനെ പറയാം, പിന്നത്തെ രാഷ്ട്രീയല്ലേ? അല്ലേ, എന്ത് രാഷ്ട്രീയല്ലേ? ഈ മുഖ്യമന്ത്രി, ഒരു ഗവൺമെന്റ് ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്ന രാഷ്ട്രീയം. നിങ്ങൾ രാഷ്ട്രീയം എന്താ പഠിച്ചത്? പിന്നെ എല്ലാത്തിനും നിങ്ങൾ രാഷ്ട്രീയം കാണില്ലേ? എല്ലാത്തിനും നിങ്ങൾ രാഷ്ട്രീയം കാണല്ലേ എന്ന് പറഞ്ഞിട്ട് പി.കെ. ബഷീർ പറയുന്നതും ഇവരുടെ അതേ ലീഗിലുള്ള സമുദായം വിറ്റ് ജീവിക്കുന്ന ലീഗ് കള്ളനായിട്ടുള്ള ഷാജിക്കുട്ടൻ പറയുന്നതുമായിട്ടുള്ള വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത്. അതായത് മുൻപ് പറഞ്ഞ വീഡിയോ ആണ്, ഇപ്പോഴൊന്നും അല്ല. ഷാജി പറയുന്നത് ഇവിടെ വരെ വെള്ളം വന്ന് നിന്നാലും ഞങ്ങൾ രാഷ്ട്രീയം പറയും. ഇങ്ങനെ പറയുന്ന ഷാജിയുടെ അടുത്ത് നിന്ന് ഇതിനപ്പുറത്തേക്ക്, അല്ലെ ഷാജി അടങ്ങുന്ന ഈ ഒരു കോൺഗ്രസിൻ്റെ അടുത്ത് നിന്ന് ഇതിനപ്പുറത്തേക്ക് നമുക്കൊന്നും പ്രതീക്ഷിക്കേണ്ട. ഇന്ന് വയനാട്ടിൽ കള്ളാടി എന്ന് പറയുന്ന സ്ഥലത്തുണ്ടായ മണ്ണിടിച്ചിലും ഇവരുടെ കഴിവുകേട് ഒന്നുകൊണ്ട് മാത്രമാണ് ആ വലിയ ദുരന്തമുണ്ടായത്. ഇതൊരു പ്രകൃതി ദുരന്തം എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റില്ല. മനുഷ്യനിർമ്മിത ദുരന്തം. UDFും അതേപോലെ തന്നെ ഇവരുടെ അനുഭാവികളും ലീഗുകാരും എല്ലാം കൂടി കാണിച്ചു കൂട്ടിയൊരു ദുരന്തം എന്ന് തന്നെ എടുത്തു പറയാം. എന്തിനാണ് നമ്മളിങ്ങനെ രാഷ്ട്രീയം പറയാതെ വേറെ കാര്യങ്ങളെപ്പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇവർക്ക് രാഷ്ട്രീയം പറയാമെങ്കിൽ, ഇവർക്ക് എന്ത് തോന്നിവാസവും പറയാമെങ്കിൽ നമുക്കും അതേ രീതിയിൽ തന്നെ പറയാം. കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ കളി തന്നെയാണ് അവിടെ നടന്നിരിക്കുന്നത്. പി.കെ. ബഷീർ ഇതിന് മുൻപ് ആദ്യം ഞാൻ നിങ്ങളെ കാണിച്ച സമയത്ത് പറഞ്ഞിരിക്കുന്ന വീഡിയോയിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇത് മുൻപുള്ള ആളുകൾ ചെയ്തു വെച്ചിട്ട് പോയതാണ്, ഞങ്ങൾ ചെയ്തതല്ല എന്നുള്ളത്. മാധ്യമങ്ങളുടെ ചോദ്യങ്ങളിൽ അസഹിഷ്ണുത ഉണ്ടായിട്ട് കാര്യമില്ല മന്ത്രി സാറേ. നിങ്ങളവിടെ അധികാരത്തിൽ വന്നിരിക്കുമ്പോൾ നിങ്ങളെയാണ് ജനങ്ങൾ നോക്കുക, അല്ലാതെ മുൻപിരുന്ന ആളുകൾ എന്ത് ചെയ്തു എന്നുള്ളതല്ല. മുൻപിരുന്ന ആളുകൾ വേണ്ട രീതിയിൽ പഠനം നടത്തി ഒരുപാട് പഠനങ്ങളുടെ ഫലമായിട്ട്, ശാസ്ത്രീയ പഠനങ്ങളുടെ ഫലമായിട്ട് തന്നെയാണ് അവിടെ ഒരു തുരങ്കപാത നിർമ്മിക്കാനായിട്ട് അവർ മുന്നിലേക്ക് വന്നത്. ഇതൊരിക്കലും തുരങ്കപാത നിർമ്മിച്ചത് കൊണ്ടുണ്ടായ ഒരു അപകടമല്ല. ആ തുരങ്കപാത നിർമ്മിക്കാനായിട്ട് എടുത്തിരിക്കുന്ന മണ്ണ് അശാസ്ത്രീയമായിട്ട് കൂട്ടിയിട്ടിരിക്കുന്നതിൻ്റെ ഫലമായിട്ടുണ്ടായിരിക്കുന്ന ഒരു അപകടമാണ്. ആ അപകടത്തിൽ പിണറായി വിജയൻ ഭരിച്ചിരിക്കുന്ന, അല്ലെ പിണറായി വിജയൻ നയിക്കുന്ന പാർട്ടിയുടെ ഭാഗത്തുണ്ടായിരിക്കുന്ന ഒരു വീഴ്ചയല്ല, നിങ്ങളിൽ ഓരോരുത്തരുടെയും ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന വീഴ്ചയാണ്. നിങ്ങളുടെ കഴിവുകേടാണ്, നിങ്ങളുടെ രാഷ്ട്രീയ ഷണ്ടത്വം തന്നെയാണ് ഇവിടെ തെളിഞ്ഞു കാണുന്നത്. ഇതിനെയും നിങ്ങൾ മറ പിടിച്ചുകൊണ്ട്, അല്ലെ കുട പിടിച്ചുകൊണ്ട് ഒരു മറ സൃഷ്ടിക്കാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ അതിരൂക്ഷമായിട്ട് നിങ്ങൾക്കെതിരെ സംസാരിക്കാൻ തന്നെയാണ് ഞങ്ങൾ കേരളത്തിലുള്ളവരുടെ ഒരു തീരുമാനം. വയനാട്ടിൽ വലിയ ദുരന്തമുണ്ടായി. ആ ദുരന്തത്തെ അതിജീവിച്ചിരിക്കുന്ന ആളുകളുടെ മുന്നിലേക്ക് വീണ്ടും ഒരു ദുരന്തം കൂടി ഉണ്ടാവുകയാണ്. അന്നുണ്ടായത് പ്രകൃതി ദുരന്തമാണെങ്കിൽ, മനുഷ്യനിർമ്മിതമല്ല എന്നുണ്ടെങ്കിൽ, ഇന്നുണ്ടായിരിക്കുന്നത് മനുഷ്യനിർമ്മിതമായിട്ടുള്ള ദുരന്തം തന്നെയാണ്, കോൺഗ്രസ് നിർമ്മിതമായിട്ടുള്ള ദുരന്തം തന്നെയാണ്. ലീഗ് വിറ്റ് ജീവിക്കുന്ന, അല്ലെ സമുദായം വിറ്റ് ജീവിക്കുന്ന ലീഗ് കള്ളൻ ഇതിനു മുൻപ് പറഞ്ഞൊരു കാര്യം നമുക്കറിയാം. മതമാണ് പ്രശ്നം എന്ന് പറഞ്ഞുകൊണ്ട് നിയമസഭയിൽ കിടന്ന് വായ്ത്താളം അടിച്ചത്. ഇതിന് പിണറായി വിജയൻ സഖാവ് കൊടുത്തിട്ട് മറുപടി ഉണ്ടായിരുന്നു. എന്താണ്? മതമല്ല പ്രശ്നം, എരിയുന്ന വയറിൻ്റെ വേദനയാണ് പ്രശ്നം. അതാണ് അന്ന് പിണറായി വിജയൻ സഖാവ് പറഞ്ഞത്. ഇവിടെ മതമാണ് പ്രശ്നം, രാഷ്ട്രീയമാണ് ഞങ്ങളുടെ അജണ്ട, അല്ലെ എന്തുണ്ടായാലും രാഷ്ട്രീയം പറയും, എന്ത് തന്തയ്ക്ക് പുറക്കാഴി കാണിച്ചാലും അതിലും രാഷ്ട്രീയം പറയുമെന്ന് പറയുന്ന ഷാജിക്കുട്ടൻ്റെ നിലപാട്, ഈ ഒരു നിലപാടുകൾക്കെതിരെയും പൂക്കി CMന്റെ നിലപാടുകൾക്കെതിരെയുമൊക്കെ ഈ പൂക്കികൾക്ക് വേണ്ടി അഹോരാത്രം പണിയെടുത്തിരുന്ന ഹാഷ്മി എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകൻ ഇന്ന് രംഗത്തേക്ക് വന്നിട്ടുണ്ട്. ഹാഷ്മി എന്താ പറയുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം. ഞെട്ടലോടെയാണ് ദൃശ്യങ്ങൾ ആദ്യം കണ്ടത്. പെട്ടെന്ന് മഹാദുരന്തം മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന്റെ വല്ലാത്ത ഓർമ്മകളിലേക്ക് എടുത്തെറിയപ്പെട്ടു. പക്ഷേ വ്യത്യാസമുണ്ട്. മുണ്ടക്കൈയിൽ കണ്ടത് മനുഷ്യൻ പൂർണ്ണമായി നിസ്സഹായനായി പോയ, ആരാലും തടുക്കാനാവാത്തൊരു മഹാദുരന്തം. ഇത് പക്ഷേ കള്ളാടിയിൽ അക്ഷരാർത്ഥത്തിൽ മനുഷ്യനിർമ്മിതമാണ്. അപകട സാഹചര്യം ജില്ലാ ഭരണകൂടവും പൊതുമരാമത്തൊക്കെ നേരത്തെ തിരിച്ചറിഞ്ഞതാണ്. അശാസ്ത്രീയമായ മണ്ണ് സംഭരണം, തുരങ്ക നിർമ്മാണത്തിന് തുരന്നെടുത്ത മണ്ണ്, ഹ്യൂജ് വോളിയം, അത് മലമുകളിൽ കുന്നുകൾ കണക്കെ കൂട്ടിയിട്ടത് മഴവെള്ളത്തിൽ ചെളിപ്രവാഹമായി താഴേക്ക് ഇരച്ചെത്തിയതാണ്. ആ മണ്ണ് മാറ്റണം എന്ന ആവർത്തന സ്വഭാവത്തിൽ പറഞ്ഞു. കമ്പനി പക്ഷെ പുല്ലുവില കൊടുത്തിട്ടില്ല. ക്രിമിനൽ അനാസ്ഥയാണ്. ഞങ്ങൾ പറഞ്ഞു, അവർ കേട്ടില്ല എന്ന സിമ്പിൾ ലോജിക്കിൽ മാത്രം സർക്കാർ അഭയം കണ്ടെത്താനാകോ? ഇല്ല. പറഞ്ഞത് കേൾക്കുന്നില്ലെങ്കിൽ അത് ചെയ്യിപ്പിക്കാൻ കഴിയുന്നതാവണം ഇച്ഛാശക്തിയുള്ള ഭരണകൂടം. മഴ കനക്കുകയാണ്. ഇനിയും മണ്ണിൽ മുറിവേൽക്കുന്ന മനുഷ്യരുടെ വേദന കേരളത്തിന് താങ്ങാവതല്ല. ഞങ്ങൾ പറഞ്ഞു, അവർ കേട്ടില്ല. അതാണ് നമ്മുടെ VD സതീശൻ എന്ന് പറയുന്ന ചിരിക്കുന്ന മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത്. നിങ്ങൾ പറഞ്ഞിട്ട് കേൾക്കുന്നില്ലെങ്കിൽ അത് ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന കേൾക്കുന്ന ഒരു അധികാരികളെ അവിടെ ഇരുത്തുക എന്നുള്ളതല്ലേ നിങ്ങളുടെ അജണ്ട? അല്ലെ അതല്ലേ നിങ്ങൾ ചെയ്യേണ്ടത്? ഈ നിങ്ങൾക്ക് ബെക്കാടി കമ്പനിക്ക് വേണ്ടി ഒത്താശ ചെയ്യാനും അദാനി ഗ്രൂപ്പുമായിട്ട് ഒപ്പിടാനും ഒക്കെ എത്ര സമയം വേണ്ടി വന്നു? അതിൻ്റെ ഒരു പാതി പോലും വേണ്ടി വരില്ലായിരുന്നല്ലോ സർക്കാരെ ഈ ഒരു വയനാട്ടിൽ ഈ ഒരു ദുരന്തം ഉണ്ടാവുന്നതിന് മുൻപ് തീരുമാനങ്ങൾ എടുക്കാനായിട്ട്. അവിടെ ഒരു ദുരന്തം ഉണ്ടാവുന്നതിന് മുൻപ് ഇവരവിടെ പ്രഖ്യാപിച്ചിരുന്ന, അല്ലെ ഇവരവിടെ പറഞ്ഞിരുന്ന അലേർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യെല്ലോ അലേർട്ടാണ്. വലിയ മഴ, വയനാട്ടിൽ ഇപ്പോഴും വലിയ മഴയാണെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഈ അപകടം ഉണ്ടായതിന് പിന്നാലെയാണ്
അവിടെ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ ഒരു വിഷയത്തിൽ സിദ്ദിഖ് എന്ന് പറയുന്ന സിദ്ദിഖ് വയനാട്ടിൽ വയനാട് ദുരന്തമുണ്ടായ സമയത്ത്, ചൂരൽമലയിൽ ദുരന്തമുണ്ടായ സമയത്ത് അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അഹോരാത്രം പണിയെടുത്ത് ശ്രുതി എന്ന് പറയുന്ന പെൺകുട്ടിക്ക് വീട് വെച്ച് നൽകിയ അതേ സിദ്ദിഖ് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. കള്ളാടി മണ്ണിടിച്ചിൽ മുന്നറിയിപ്പ് നൽകുന്നതിൽ വീഴ്ച സംബന്ധിച്ച് മന്ത്രി സിദ്ദിഖ്, ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് വലിയൊരു വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് സിദ്ദിഖ് പറഞ്ഞിരിക്കുകയാണ്. ഈ ഒരു വിഷയത്തിൽ PK ബഷീർ പറയുന്നതും സിദ്ദിഖ് പറയുന്നതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അവിടെ എന്താണ് നടന്നിരിക്കുന്നതെന്നുള്ളത്. ഇതിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ എന്താണ് പറയാനുള്ളത് നമുക്കൊന്ന് കേട്ടു നോക്കാം. പലപ്പോഴും നിലപാടുകൾ വ്യക്തമായിട്ട് അറിയിക്കുന്ന ഒരു മനുഷ്യനാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ. ഈ ഒരു വിഷയത്തിൽ എന്താണ് അദ്ദേഹം പറയാൻ നമുക്കൊന്ന് കേട്ടു നോക്കാം. LDF സർക്കാരിന്റെ അവസാന കാലത്ത് ഒരു മൂന്നാം ഊഴം പ്രതീക്ഷിച്ചുകൊണ്ട് തട്ടിക്കൂട്ടിയ ഒരു പരിപാടിയാണ് ഈ വയനാട്ടിലെ തുരങ്കപാത. ആ തുരങ്കപാതയുടെ ഉദ്ഘാടനം നടക്കുമ്പോൾ തന്നെ UDF അതിശക്തമായി അതിനെതിരെ പ്രതികരിക്കുകയും അതുപോലെ തന്നെ ഈ തുരങ്കപാത ഇപ്പോ അടിയന്തരമായി ഉദ്ഘാടനം ചെയ്യേണ്ട ഒരു കാര്യവുമില്ലെന്നും അതിനെക്കുറിച്ച് വ്യാപകമായ പഠനം നടക്കണമെന്നും UDF അന്ന് ആവശ്യപ്പെട്ടതാണ്. പക്ഷെ അന്ന് UDF വികസനത്തിനെതിരാണെന്ന് പറഞ്ഞുകൊണ്ട് UDFന്റെ ആ മുന്നറിയിപ്പ് അവജ്ഞയോടുകൂടി തള്ളിക്കളയുകയും അതിന്റെ തട്ടിക്കൂട്ട് ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്തു. അന്നേ ഞങ്ങൾ ഈ ആശങ്ക പങ്കുവെച്ചതാണ്. ഇപ്പോ ഞെട്ടിപ്പിക്കുന്ന വേദനാജനകമായ ഒരു വാർത്തയാണ് വയനാട്ടിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ മണ്ണിടിഞ്ഞു വീണ് 8ഓളം ആളുകൾ മണ്ണിനടിയിൽപ്പെട്ടിരിക്കുന്നു. 2 പേർ മരിച്ചു എന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുണ്ട്. ചില ആളുകളെ രക്ഷപ്പെടുത്തിയതായും റിപ്പോർട്ടുണ്ട്. അപ്പോ വികസനത്തിന്റെ പേരിൽ നാടിനാപത്തായ ഒരു പ്രവർത്തനവും ഒരു ഗവൺമെന്റും ഏറ്റെടുക്കാൻ പാടില്ല എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണ് ഈ വയനാട് തുരങ്കപാത എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പാരിസ്ഥിതിക ആഘാത പഠനം നടത്താതെ, ആവാസ വ്യവസ്ഥയെക്കുറിച്ചുള്ള ഒരു ധാരണയുമില്ലാതെ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക എന്നുള്ള ഏക തന്ത്രം മുന്നിൽ കണ്ടുകൊണ്ട് ആവിഷ്കരിച്ച ഈ തുരങ്കപാത ഒരു വലിയ ശാപമായി നാടിന് മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. LDF സർക്കാരിന്റെ അവസാന ഹലോ രാജ്മോഹൻ സാറേ, എന്തുകൊണ്ട് നിങ്ങൾ ഈ രീതിയിൽ പറയുന്നു? എങ്ങനെ നിങ്ങൾക്കിത് പറയാൻ സാധിക്കുന്നു? ആളുകൾ മരണപ്പെട്ടതിനെ ഒരു ചെറിയ ലാഘവത്തോടുകൂടി, ചെറിയ പുഞ്ചിരിയോടുകൂടി പറയുന്ന നിങ്ങളുടെ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ എന്തിനാണ് ഈ രീതിയിൽ പിണറായി വിജയനെതിരെ ഇങ്ങനെ സംസാരിക്കാനായിട്ട് നിൽക്കുന്നത്? നിങ്ങളിൽ നിന്ന് അതല്ല പ്രതീക്ഷിച്ചത്. ഞാൻ ഈ വീഡിയോ കാണിക്കുന്നതിന് മുൻപ് പറഞ്ഞു കൃത്യമായിട്ടുള്ള നിലപാടുള്ള ഒരു മനുഷ്യനാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ എന്നുള്ളത്. പക്ഷെ അത് മാറ്റി പറയിപ്പിക്കേണ്ടി വന്നല്ലോ രാജ്മോഹനെ. അവിടെ വയനാട് ടൗൺഷിപ്പ് എന്ന് പറയുന്നത് 3ആം ഊഴം ലക്ഷ്യം കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ സ്വപ്നം കണ്ടുകൊണ്ട് പിണറായി വിജയൻ ഉണ്ടാക്കി വെച്ചതാണെന്നും അതുമൂലമാണ് ഈ അപകടം ഉണ്ടായതെന്നുമാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുന്നത്. പക്ഷെ അങ്ങനെയല്ലല്ലോ നിങ്ങളുടെ തന്നെ നേതാക്കന്മാർ പറയുന്നത്. അവിടെ ഉണ്ടായിരുന്ന അധികൃതരുടെ ഭാഗത്തുണ്ടായിരുന്ന വീഴ്ചയാണെന്നാണല്ലോ നിങ്ങളുടെ നേതാക്കന്മാർ തന്നെ പറയുന്നത്. പിന്നെ എങ്ങനെയാണ് രാജ്മോഹൻ സാറേ നിങ്ങൾക്ക് മാത്രം പിണറായി വിജയനാണ് ഇത് ഉണ്ടാക്കിയതെന്ന് പറയാൻ സാധിക്കുന്നത്? ഒരു വിഷയം ഉണ്ടാകുമ്പോൾ, ആളുകളുടെ ജീവൻ ആപത്തുണ്ടാകുന്ന ഒരു വിഷയം ഉണ്ടാകുമ്പോൾ ആ വിഷയത്തിൽ പ്രതികരിക്കേണ്ട രീതിയിലാണോ നിങ്ങളിപ്പോൾ സംസാരിക്കുന്നത്? നിങ്ങളെല്ലാത്തിലും രാഷ്ട്രീയം, നിങ്ങളും ഷാജിയുടെ അതേ പാത പിന്തുടരുകയാണല്ലേ? എവിടെയും രാഷ്ട്രീയം പറയുക, എന്തിലും രാഷ്ട്രീയം പറയുക, രാഷ്ട്രീയമാണ് ഞങ്ങളുടെ അജണ്ട, രാഷ്ട്രീയം വിട്ട് ഒരു കളിയുമില്ല എന്ന് പറയുന്ന ആ വൃത്തികെട്ട പൊളിറ്റിക്സുമായിട്ടാണ് നിങ്ങൾ മുന്നിലേക്ക് പോകുന്നത്. ആ നെറികെട്ട പൊളിറ്റിക്സുമായിട്ടാണ് നിങ്ങൾ മുന്നിലേക്ക് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ അതിശക്തമായിട്ട് ഹാഷ്മി പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾ നിങ്ങളെ എതിർക്കും. നിങ്ങൾ അധികാരത്തിൽ വന്ന് പിണറായി വിജയൻ ഉണ്ടാക്കി വെച്ചു, ശരി, കാര്യം ശരി തന്നെയാണ്. നിങ്ങൾ അധികാരത്തിൽ വരുന്ന സമയത്തെങ്കിൽ നിങ്ങൾക്കത് നിർത്താൻ എന്തുകൊണ്ട് സാധിച്ചില്ല? നിങ്ങൾ അധികാരത്തിൽ വന്നിട്ട് ഇപ്പോൾ ഏകദേശം 2 മാസം പൂർത്തിയാവാൻ പോകുന്നു. എന്തുകൊണ്ട് നിങ്ങൾ ആ പദ്ധതി അല്ലെങ്കിൽ ഒരു പരിപാടി വേണ്ടെന്ന് പറഞ്ഞില്ല? അവിടെയും ഒരുപക്ഷെ നിങ്ങൾ വേണമെങ്കിൽ പറയും പിണറായി വിജയനാണല്ലോ തീരുമാനിക്കുന്നത് എന്നുള്ളത്. പക്ഷേ പിണറായി വിജയൻ അല്ലല്ലോ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, VD സതീശനല്ലേ? ആ VD സതീശൻ നിങ്ങളുടെ പാർട്ടിയിലുള്ള ആളല്ലേ? നിങ്ങൾ പറഞ്ഞാൽ VD സതീശൻ കേൾക്കില്ലേ? ഇതിനെയൊക്കെ ആരുടെ മുന്നിലാണ്, അല്ല ആരെയാണ് നിങ്ങൾ മണ്ടന്മാരാക്കാൻ ശ്രമിക്കുന്നത്? ഈ നിങ്ങളുടെ ഇരട്ടത്താപ്പം, നിങ്ങളുടെ ഈ ഡബിൾ ഫാദർ സിൻഡ്രോം ഒക്കെ ഉണ്ടല്ലോ, അത് രണ്ടായിട്ട് മടക്കി കുത്തി നിങ്ങളുടെ കയ്യിൽ വെച്ചോണം. നിങ്ങളുടെ അണികൾ നിങ്ങൾ പറയുന്ന എല്ലാ തോന്നിവാസങ്ങളും അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന എല്ലാ കോപ്രായങ്ങളും കണ്ടുകൊണ്ട് അതിനെ അങ്ങ് വിശ്വസിക്കുമായിരിക്കും. എന്നാൽ കേരളത്തിലെ ജനങ്ങൾ അങ്ങനെയല്ല. രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുന്നത് അവിടെ ശാസ്ത്രീയമായിട്ടുള്ള ഒരു രീതിയിലും തയ്യാറെടുപ്പുകൾ നടത്താതെയാണ് പിണറായി വിജയൻ ഈ കാര്യങ്ങളൊക്കെ നടപ്പിലാക്കിയതെന്നാണ്. എന്നാൽ അവിടെ ഒരു പദ്ധതി, ഇങ്ങനെ ഒരു തുരങ്കപാത എന്ന് പറയുന്നൊരു പദ്ധതി, അത് വയനാട് പോലെയൊരു സ്ഥലത്ത് അവരത് ആവിഷ്കരിക്കണമെങ്കിൽ അതിൻ്റെ പിന്നിൽ ഉണ്ടാവാൻ പോകുന്ന വരും വരാഴികൾ എത്രത്തോളമാണെന്നും എന്തൊക്കെ ഉണ്ടാവുമെന്നും കൃത്യമായിട്ട് പഠിച്ച് കൃത്യമായ പഠനത്തിൻ്റെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് അവിടെ ഒരു തുരങ്കപാത നിർമ്മാണത്തിന് വേണ്ടിയിട്ട് പിണറായി വിജയൻ സഖാവ് അടക്കമുള്ള അവർ മുന്നിലേക്ക് വെക്കുന്ന, അല്ലെ അവരുടെ ആ ഒരു പാർട്ടി ഈ ഒരു പദ്ധതിയുമായിട്ട് മുന്നിലേക്ക് പോയത്. എന്നാൽ ഇതെല്ലാം വളച്ചൊടിച്ചുകൊണ്ട് ഇങ്ങനെ ഒന്നും നടന്നിട്ടേ ഇല്ല. പിണറായി വിജയൻ ഈ കാര്യങ്ങളെ പറ്റി പഠിച്ചില്ല എന്ന് പറയുമ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ്റെയും അതേ രാഷ്ട്രീയം ഇത് KM ഷാജിയുടെ രാഷ്ട്രീയം തന്നെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും.
എന്നാൽ ആ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി, ജനങ്ങളുടെ ഇനിയുള്ള ആളുകളുടെ ജീവന് ഭീഷണി ഉണ്ടാകുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെതിരെ എന്തെങ്കിലും ഒന്ന് പറയാൻ ശ്രമിക്കൂ. അല്ലാതെ രാഷ്ട്രീയം തുപ്പിക്കൊണ്ടിങ്ങനെ നടക്കരുത്. നാണം കെട്ട രാഷ്ട്രീയം.